ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വ്ളോഗ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്ളോഗാണ്. അതായത് തിരൂർ ഡെലിവറി എടുത്തൊരു വ്ളോഗായിരുന്നു. ഇത് ഒന്നും കൂടി വെറൈറ്റി ആണ്. അതായത് കാസർഗോഡുള്ള കസ്റ്റമർക്ക് എറണാകുളത്ത് പാർട്ടിയുടെ കയ്യിലെ വണ്ടിയാണ് നമ്മൾ ഡെലിവറി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നിലമ്പൂരിൽ നിന്ന് എറണാകുളത്തേക്കുള്ള ട്രെയിന് പോവുകയാണ്. ഇത് നമ്മൾ ഷൊർണൂരിൽ നിന്ന് മാറിക്കാണ്, ഷൊർണൂരത്താണ്. അപ്പോൾ നമ്മൾ ഷൊർണൂർ റെയിൽവേ എന്താണ് ഉള്ളത്, ഷൊർണൂർ റെയിൽവേ. ഇനി നമുക്ക് ഇവിടുന്ന് എറണാകുളത്തേക്കാണ് ട്രെയിൻ കയറാനുള്ളത്. അപ്പോൾ എറണാകുളത്തേക്കുള്ള ഈ ഒരു ട്രെയിൻ പറഞ്ഞാൽ ഫുൾ AC കമ്പാർട്ട്മെൻറ്റാണ്. നമുക്ക് ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് ഒറ്റ പ്ലാറ്റ്ഫോമേ വരുന്നുള്ളൂ. അത്യാവശ്യം നല്ല തിരക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഡോർ ക്യാബിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത്. അത്രയ്ക്ക് തിരക്കാണ് നമുക്കുള്ളത്. നമ്മൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി നേരെ മെട്രോയിൽ കയറി വൈറ്റിലയിൽ ഇറങ്ങിയതിന് ശേഷം വേണം പോകാൻ. അപ്പോൾ അതാണ് നമ്മളെ കൊച്ചി മെട്രോ. നമ്മളപ്പോൾ ട്രെയിൻ വരുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ച സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലും കയറിയിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് മാറ്റി കരുതി അത്യാവശ്യം ട്രെയിനിൽ വന്നുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ മാക്സിൽ കയറി ഒരു പർച്ചേസിങ്ങും ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാർട്ടിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ പാർട്ടി കാറിൽ പിക്കപ്പ് ചെയ്യാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ രാവിലെ നാട്ടിൽ നിന്ന് ഇറങ്ങി, അതായത് തൃശ്ശൂർ അതേപോലെ ഷൊർണൂർ വഴി നമ്മളിപ്പോൾ എറണാകുളത്തെത്തി. അപ്പോൾ നമ്മൾ ആ ഒരു കാസർഗോഡുള്ള ഡെലിവറി എറണാകുളത്തു നിന്നായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ എറണാകുളത്തു നിന്ന് വണ്ടി എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഈ ഒരു ഡെലിവറീൻ്റെ പ്രത്യേകത പറഞ്ഞാൽ കാസർഗോഡുള്ള കസ്റ്റമർ നമ്മളെ നാട്ടിൽ നമ്മളൊരു വണ്ടി വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ കസ്റ്റമർ ആദ്യം ടോക്കൺ തന്നു, പക്ഷെ ആ വണ്ടി നമ്മളേക്കൊന്ന് സോൾഡ് ഔട്ടായി. അപ്പോൾ കസ്റ്റമറുടെ അടുത്ത് നമ്മൾ വേറെ വണ്ടി സംസാരിച്ച് എറണാകുളത്തിലൊരു പാർട്ടിൻ്റെ വണ്ടി നമ്മൾ ഡീലാക്കി. അതിന് ശേഷം നമ്മൾ ആ കസ്റ്റമറെ നമ്മളെ കണ്ടിട്ടില്ല. കസ്റ്റമർ ടോക്കൺ അയച്ചെന്ന് ഷാജാന് കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം ഇപ്പോൾ കസ്റ്റമർ ഫണ്ട് വരെ ട്രാൻസ്ഫർ ചെയ്ത്. കസ്റ്റമർ ഇപ്പോഴും വണ്ടി കണ്ടിട്ടില്ല. നമ്മളോടുള്ള ഒരൊറ്റ വിശ്വാസത്തിലാണ് കസ്റ്റമർ വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതാ ഷാജാൻ ഞാനിപ്പോൾ എറണാകുളം ബ്രിഡ്ജ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണേ. ഇപ്പോൾ വൈറ്റിലേന്ന് വണ്ടി കസ്റ്റമർ അടുത്ത് പോയിട്ട് ഞങ്ങൾ വണ്ടി എടുത്തു. ഈ വണ്ടിയുടെ പ്രത്യേകത ഞങ്ങളെ കാണാതെ ഞങ്ങൾ വിശ്വാസത്തിൽ എടുക്കണതായതുകൊണ്ട് തന്നെ കസ്റ്റമർക്ക് ഞങ്ങൾ 6 മാസം വാറണ്ടി 3 ഫ്രീ സർവീസും ഈ വണ്ടിമ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ ട്രസ്റ്റ് തിരിച്ചും കീപ്പ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് നാട്ടിൽ നിന്ന് പോകുന്നതാണ്. രാജറാണിയിൽ രാവിലെ ഇവിടെ നിലമ്പൂരിൽ നിന്ന് കയറി ഇവിടെ ഏകദേശം ഉച്ച. ട്രെയിനിലൊക്കെ വരുന്ന ഞങ്ങൾ കണ്ടിക്കും സീറ്റോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു വണ്ടി കൊടുക്കണം. അപ്പോൾ അത് നിലമ്പൂർ വെച്ചിട്ടാണ് ഡെലിവറി പ്ലാൻ ചെയ്തിട്ടുള്ളത്. കസ്റ്റമർക്ക് കംഫർട്ട് അങ്ങോട്ട് വരലാണ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ എറണാകുളത്ത് വന്ന് വണ്ടി എടുത്ത് ഇനി നിലമ്പൂർ പോകും. ഇപ്പം ഏകദേശം രാത്രി 7 മണി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് ഒരു 5 മണിക്കൂറിൻ്റെ ട്രാവലുണ്ട് നിലമ്പൂർക്ക്. അപ്പോൾ ഞാനും ഷാജാനും ഇങ്ങനെ മാറി മാറി ഡ്രൈവ് ചെയ്യും. അതായത് സെറ്റല്ലേ? വണ്ടി എങ്ങനെ ഉണ്ട് ഓടിക്കാൻ? വണ്ടി സ്മൂത്താണ്. അപ്പോൾ നമ്മളൊരു ഫ്രണ്ട് ഇവിടെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. വന്ന് ഇവാലുവേഷൻ കാര്യങ്ങളൊക്കെ ചെയ്താണ്. നമ്മൾ വണ്ടി ഇപ്പോഴാണ് ഫിസിക്കലി കാണുന്നത്. അടിപൊളി വണ്ടി തന്നെയാണ്. എന്തായാലും നമ്മൾ കസ്റ്റമറുടെ അടുത്ത് സംസാരിച്ച പോലെ തന്നെ ആ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വണ്ടിമേ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല പ്രിയോണ്ട് വാഹനം, ക്വാളിറ്റി വാഹനങ്ങൾ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ പേജിൽ ഇൻസ്റ്റാഗ്രാമിൽ കാർ കൺസൾട്ടൻ്റ് ആശിക്കിൽ നമ്മളെ കമ്പനി നമ്പറൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഓൾ കേരള എവിടെയാണെങ്കിലും നമ്മൾ ഫിനാൻസും ചെയ്തുതരും. അതേപോലെ തന്നെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ചില വാഹനങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ 6 മാസം വാറണ്ടിയും തരുന്നതാണ്. അപ്പോൾ എല്ലാവരും അങ്ങനത്തെ നല്ല വണ്ടികൾ മാക്സിമം എടുക്കാൻ ശ്രമിക്കുക. അത് നല്ല സിംഗിൾ ആർച്ച് വാഹനങ്ങളാണ് നമ്മൾ അധികം കൊടുക്കില്ല. അത് നല്ല പാർട്ടിയുടെ വക്കലുള്ള വാഹനങ്ങൾ. വ്ളോഗിൽ സംസാരിക്കാൻ പറ്റുന്നത് ട്രെയിനിലൊക്കെ ആയിരുന്നു. അതിന് പറ്റിയ അവസ്ഥ ഒന്നുമല്ല, കാരണം അത്രക്കും തിരക്കായിരുന്നു മോർണിംഗ് മുതലേ. അപ്പോൾ പെട്ടെന്നുള്ളൊരു വരവായിരുന്നു. ഏതായാലും വണ്ടി നമ്മളവിടെ പാർട്ടി നമുക്ക് കീ ഹാൻഡ് ഓവർ ചെയ്തു. അത്യാവശ്യം നല്ലൊരു ഡീൽ തന്നെയായിരുന്നു. നമ്മൾ നേരെ ഡയറക്റ്റ് നാട്ടിലേക്കാണ്. എറണാകുളം ലുലു മാളിൻ്റെ അടുത്ത് കൂടെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ലുലു മാളിൻ്റെ എൻട്രൻസ്. ലുലു മാള് പറഞ്ഞാൽ എപ്പോഴും എറണാകുളത്ത് വരുമ്പോൾ ഒരു പ്രത്യേക തരം വൈബാണ് അല്ലേ ഷാജാന? കാരണം ഈ എറണാകുളത്ത് വന്നാൽ ഈ ലുലു മാള് കയറാതെ പോവാ പറഞ്ഞാൽ ഒരു കുറവാണ് ആളുകൾ. അതായത് എറണാകുളം വന്നാൽ ജസ്റ്റ് ലുലു മാളിന്ന് കയറണം. ഒന്നാമത് പറഞ്ഞാൽ ഇപ്പോൾ ഈ ലുലു മാള് മെട്രോ ആയിട്ട് കണക്ട് ചെയ്തേക്കണേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അല്ലേ യാത്രയൊക്കെ വളരെയധികം കംഫർട്ടാണ്. ശരിക്കും ലുലു ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാനിത് ഫസ്റ്റ് തുറന്ന സമയത്തൊക്കെ വരുമ്പോൾ വളരെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം നമ്മുടെ ഇടയ്ക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു പുതുമ വഹിക്കണമെങ്കിലും ലുലുവിൽ കയറി ഇറങ്ങി ഒന്ന് പറഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക തരം വൈബാണ്. അപ്പോൾ എറണാകുളത്തിൻ്റെ ഒരു മുഖമുദ്ര തന്നെയാണ് ഈ ലുലു മാള് പറയണത്.
അപ്പോൾ നമ്മളിപ്പോൾ ഗ്രില്ലെക്സിലാണ് ഉള്ളത്. ജസ്റ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അങ്കമാലി കഴിഞ്ഞിട്ട് അടുത്തൊരു ജംഗ്ഷനിലാണ്. അപ്പോൾ ഒരു ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഡയറക്റ്റ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഗ്രില്ലെക്സാണ്. നല്ല രസമുണ്ടല്ലേ ആശിക്ക നടന്നു പോകുമ്പോൾ? അതിന്റെ ഉള്ളിൽ എങ്ങനെയുള്ള ആംബിയൻസ് നമുക്ക് അടുത്തിട്ട് കാണാം. നല്ല പ്ലേസ് അല്ലേ ഫുഡ് കഴിക്കാം? ബിബിമോൻ ഹാപ്പി അല്ലേ? അല്ലതാ എനക്കൊറ്റക്കുള്ളൂ എന്താടാ ഇതെന്താ പുഷ്ക? എന്ത് പുഷ്ക? റിബോ ഗ്രില്ലെക്സിനെ കുറിച്ചുള്ള അഭിപ്രായം ഭക്ഷണത്തിന് ശേഷം? അതെ. ആശിക എന്താ ബീഫോ? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഗ്രില്ലെക്സ് അല്ലെങ്കിൽ ഒരു വൈബാണ്. അത് ഫുൾ ആംബിയൻസ് ആണ്. ആശിക രാത്രി ലൈറ്റ് ഫുഡാണല്ലോ. അപ്പോൾ നമ്മൾ ഗ്രില്ലെക്സിൻ്റെ ഫുഡ് കഴിച്ചിറങ്ങിയിട്ടുണ്ട്. ഗ്രില്ലെക്സ് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് നല്ലൊരു ആംബിയൻസും നല്ല ഫുഡാണ്. പിന്നെ ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ആംബിയൻസ്. ആ മഴ പെയ്യുമ്പോഴേ ഇവിടെ ഒരു ആംബിയൻസ് പറഞ്ഞാൽ അത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. അതൊക്കെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ മറ്റേ ജാൻസ്പോർട്ട് സ്മോക്കിലെ സാധനം, പിന്നെ മറ്റേ റിബുല്ലേ. അപ്പോൾ ഏതായാലും ഞങ്ങൾ വണ്ടി കാണട്ടെ. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഡെലിവറി ടീം കാസർഗോഡ് നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏതായാലും വണ്ടി എടുത്തിട്ട് ഡെലിവറിക്കുള്ള ഒരു ഇത് നോക്കണം. മഴ ആയതുകൊണ്ട് തന്നെ വണ്ടി വാഷ് ചെയ്ത് കഴിഞ്ഞാലും കംപ്ലീറ്റ് ഇപ്പോൾ ചളിയിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ കാസർഗോഡ് നിന്ന് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ എത്തുമെന്നാണ് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മളെ ഡെലിവറി കീ ഒക്കെ ഇവിടെ ബാക്കിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും ഇനി അവർ വരുമ്പോൾ ഇന്നാണ് ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യണം. അതുപോലെ വണ്ടി കാര്യങ്ങളൊക്കെ ഇന്നൊരു കാണുകയാണെങ്കിൽ നമ്മളെയും ഡയറക്റ്റ് ആയിട്ട് ബാക്കി നമുക്ക് ഡെലിവറി വിശേഷങ്ങൾ ടീം വന്നതിന് ശേഷം കാണാം. ഇതൊരു നിലമ്പൂരിൻ്റെ മറ്റൊരു വിശ്വമനോഹരമായ കാഴ്ചയാണ്. അതായത് കരിമ്പ് എത്തുന്നതിന് മുന്നിലുള്ള കാഴ്ച. ഇത് മഴക്കാലത്ത് പ്രത്യേക ഒരു വൈബാണല്ലേ ഇതിൽ പോവാന്. നമ്മുടെ മൈസൂരിൽ തൊപ്പക്കാടല്ലേ? അതെ, തൊപ്പക്കാടിനെ ഓർമ്മ ആക്കണ തരത്തിലുള്ള റോഡാണ്. ശരിക്കും ഇതിൽ പോകുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയും. അത് മഴക്കാലത്താണ് ഇതിന്റെ ഒരു വൈബ് അല്ലേ. ഏകദേശം അപ്പൊ നിലമ്പൂർ എത്തിയിട്ടുണ്ട്. കരിമ്പുഴ കഴിഞ്ഞ് കഴിഞ്ഞാല് അടുത്ത് തന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ എടുക്കണം. കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഡെലിവറി ചാർജും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഗൈസ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ പ്രസിദ്ധമായ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ അവിടെ എത്തി. നമ്മളെ കാസർഗോഡ് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ അവിടേക്കുള്ള എൻട്രിയിലാണ്. കസ്റ്റമറെ ഞാനും കണ്ടിട്ടില്ല, കസ്റ്റമർ നമ്മളെയും കണ്ടിട്ടില്ല. നമ്മൾ ജസ്റ്റ് ഫോണിൽ കൂടെ സംസാരിച്ച കാര്യങ്ങളേ ഉള്ളൂ. ഏതായാലും നമ്മൾ കസ്റ്റമറെ മീറ്റ് ചെയ്യാൻ പോകണം. ഇതാണ് ഗൈസ് നമ്മുടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ. പ്രസിദ്ധമായ നിലമ്പൂരിന്റെ മണ്ണിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ഗൈസ് നമ്മൾ കടന്നു ചെല്ലുന്നു. കസ്റ്റമറെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ കസ്റ്റമർ വരുന്ന വീഡിയോ ഞാൻ കസ്റ്റമർ ഒന്ന് ജസ്റ്റ് നമുക്കൊന്ന് കാണാം. നമ്മള് വ്ളോഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് കഴിയോ? നമ്മളെ കസ്റ്റമർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളൊന്നും മീറ്റ് ചെയ്യണേ. ആരാണ് കസ്റ്റമർ? നിങ്ങളായിരുന്നല്ലേ എപ്പോഴെത്തിയത്? എങ്ങനെ ഉണ്ടായിരുന്നു യാത്രയൊക്കെ? ഓക്കെ ഓക്കെ. നമുക്ക് ഡെലിവറി സ്പോട്ട് നമ്മളെ കാസർഗോഡിലെ നമ്മളെ കസ്റ്റമർ 2 ആൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഡെലിവറി സ്പോട്ട് നോക്കി വന്നതാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷന് ചാരിയാണ്ടില്ല ഒരു ഇന്ന സ്പോട്ടിലാണ്. അപ്പോൾ നമ്മളെ കസ്റ്റമറെ ഡെലിവറി പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. ഞാൻ ചെയ്യാൻ ഓവർ ചെയ്യാൻ നിൽക്കണേ. അപ്പോൾ നമുക്ക് ഇക്കനോട് ചോദിച്ചു നോക്കാം ഇക്ക എങ്ങനെ നമ്മളിലേക്ക് എത്തിയത്,
ഷാജാനായിട്ടാണ് ഡീലും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എങ്ങനെയാണ് ഞങ്ങളിലേക്ക് എത്തിയത് കാര്യങ്ങൾ? ഒരുപാട് നാളായി ഇതിന്റെ പിറകില് ഒരു കാർ എടുക്കണം, സ്വിഫ്റ്റ് വൈറ്റ് കളർ, പെട്രോൾ തന്നെ ആയിരിക്കണം എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. വൈറ്റ് കളർ വൈറ്റ് കളർ. അപ്പൊ ഞാൻ കുറെ നാളെ ഇതിന്റെ ബാക്കിൽ കുറെ ഇൻസ്റ്റാ ത്രൂ ആണ് നമ്മളെ കോണ്ടാക്ട്. അതെ. ഒരു ദിവസം ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളെ പേജ് കണ്ട് അങ്ങനെ പേജിൽ കയറി നോക്കി. അപ്പം വീഡിയോസ് ഒക്കെ നല്ല ജെന്യൂനായി നിങ്ങളെ ഇത് ഡീലിങ്ങും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം ഷാജാൻ അറിയില്ലായിരുന്നു, ഞാൻ ആഷിക്കുന്നില്ല പെട്ടെന്ന് പറഞ്ഞു ഞാൻ ഷാജാനാണ്, ആഷിഖിന്റെ പാർട്ട്ണറാണ് അങ്ങനെ പറഞ്ഞ്. പിന്നെ അങ്ങനെ ഷാജാനായിട്ട് മൊത്തം ഡീൽ ചെയ്തു. അപ്പം എന്ത് നമ്മ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഒരുപാട് ആളെ കോണ്ടാക്ട് ചെയ്തിന്. ഞാൻ ഇന്ന് മെസ്സേജ് അയച്ചതിന് ഒരുപക്ഷെ നാളേക്ക് എനിക്ക് റിപ്ലൈ കിട്ടില്ല. പക്ഷെ ഷാജാന് എപ്പോ മെസ്സേജ് അയക്കുന്ന സ്പോട്ടിൽ നമുക്ക് റിപ്ലൈ നല്ല ഡീലിങ്ങും കാര്യങ്ങളും. ശരിക്കും നമ്മൾ ഇതുവഴി പരിചയപ്പെട്ടാണെങ്കിൽ ശരിക്കും ഒരുപാട് കാലത്ത് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന രീതിയിലായിരുന്നു അതിന്റെ ഡീലിങ് കാര്യങ്ങളൊക്കെ. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അത് ഫസ്റ്റ് നമുക്കൊരു വണ്ടിക്ക് ടോക്കൺ അയച്ചു. അതെ, അത് എനിക്ക് നല്ലോണം ലോ കിലോമീറ്റർ ആയിരുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതായത് ഞങ്ങൾക്ക് ഫസ്റ്റ് ടോക്കൺ അയച്ചെന്ന് ഇത്രയും നല്ല രീതിയിൽ ഡീൽ ചെയ്ത് ഫസ്റ്റ് ടോക്കൺ അയച്ചെന്ന് അന്ന് ഷാജാന വണ്ടി വെച്ചപ്പോഴേക്കും വേറെ ടീം അത് ടോക്കൺ ആയും ചെയ്തു. ആ ഫസ്റ്റ് ഡീൽ തന്നെ നമുക്ക് ആകെ ഒരു എന്താ പറയാ പ്രയാസമായ രീതിയിലായിരുന്നു. കാരണം അത്രയും ഇക്കാനെ കൺവിൻസ് ചെയ്ത് ചാറ്റും കാര്യങ്ങൾ ചെയ്ത് ടോക്കൺ അയച്ചു തന്നെ അന്ന് തന്നെ ആ വണ്ടി പോവുകയും ചെയ്തു. അപ്പൊ ആകെ വിഷമായിരുന്നു. പിന്നെ കാരണം എനിക്കറിയാം നിങ്ങള് ഷാജാൻ പറഞ്ഞു മറ്റേ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് അങ്ങനൊക്കെ. അത് LX ആയിരുന്നു. പക്ഷെ അന്ന് തന്നെ ഞങ്ങള് 2 ദിവസം ഫുള്ള് ഇതിന്റെ പിന്നാലെ. അങ്ങനെ ഈ ഒരു എറണാകുളത്ത് നിന്നാണ് നമ്മൾ ഈ ഒരു വണ്ടി സെറ്റ് ആക്കിയത്. എറണാകുളത്ത് കസ്റ്റമറെ വിളിച്ച് ഡീൽ ചെയ്ത് പിന്നെ ഇക്കാനോട് പറഞ്ഞ് ഇക്കാക്ക് കാര്യങ്ങൾ അതിലാരും ഒന്നുകൂടി ബെറ്റർ ആയിട്ടുള്ള വണ്ടി തന്നെ കിട്ടി. കാരണം ഈ വണ്ടി അലോയ് വീല് സീറ്റ് കവർ എല്ലാം ചെയ്ത വണ്ടിയാണ്. ഇത് നമ്മൾ അവിടെ പോയി നമ്മളെ വാലുവേറ്റർ അവിടുന്ന് വാലുവേഷനും കാര്യങ്ങളും ചെയ്ത് ഈ വണ്ടിക്ക് നമ്മൾ 6 മാസം വാറന്റി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഇതെങ്ങനെ ഉണ്ട് നിങ്ങൾക്ക്? തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. അതിക്കൊക്കെ ഇന്നലെ ഫുൾ ഫണ്ട് നമുക്ക് അയച്ചു തന്നെ. ഇക്ക ഇന്നലെ നാട്ടിലായിരുന്നു, കുട്ടിന്റെ എന്താ തൊട്ടിയെട്ടലോ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പൊ ആ ഒരു തിരക്കിന്റെ ഇടയിൽ അപ്പൊ എറണാകുളത്തേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്, നിലമ്പൂർക്ക് എത്തിക്കഴിച്ച് നമ്മൾ ഇന്നലെ ആ വീഡിയോ ഒക്കെ കണ്ടതേക്കാരങ്ങള്. അപ്പോൾ ഇതന്നെയാണ് നമ്മളെ വിജയം. കാരണം നമ്മളൊന്നും കാണുക പോലും ചെയ്യാതെ നമ്മളിലെ ആളുകൾ തരുന്ന വിശ്വാസം അത് കാത്തു സൂക്ഷിച്ച് അവർക്കൊരു വണ്ടി ഡെലിവറി ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം അത് നമ്മൾ അനുഭവിച്ചതന്നെ അറിയാം. ഏതായാലും ഈ ഒരു നിങ്ങളൊക്കെ ട്രസ്റ്റ് തന്നെയാണ് നമ്മളെ വിജയം പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി ഇതുപോലെ പരിചയത്തിലെ ആളുകൾ വണ്ടി എടുക്കാണ്ടെങ്കിൽ ഒക്കെ നമ്മളെ പ്രിഫർ ചെയ്യണം. നമ്മൾ ഡീലിങ്സിലെല്ലാം തീർച്ചയായിട്ടും നമ്മളെ നമ്മൾ ചേരാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് ഹാപ്പി അല്ലേ? എങ്ങനെയുണ്ട് നമ്മളെ നിലമ്പൂർ എങ്ങനെയുണ്ട്? നാടൊക്കെ നിലമ്പൂർ പൊളിയാണ്. ആ നിലമ്പൂരിന്റെ ഈ ഒരു നിലമ്പൂരിലെ ഫേമസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ടാണ് നമ്മുടെ ഡെലിവറി. അതിൽ നമ്മൾ ആ ഒരു കീ ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളും അതുപോലെ തന്നെ നല്ല ഡെലിവറി വ്ളോഗൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ കമ്പനി നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങൾക്കായിട്ട്. ഇക്കാൻ്റെ കീ ഹാൻഡ് ഓവർ ഡെലിവറിയാണ് നമ്മളിപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇത് നമ്മൾ ശരിക്കും കവറൊക്കെ ചെയ്ത് ഷോറൂമിൽ അല്ലേ അങ്ങനെ കൊടുക്കാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ളൊരു ഓപ്ഷൻ അല്ല. ഓക്കെ ഡെലിവറി നമ്മുടെ ഡീലിംഗ് ഇഷ്ടപ്പെട്ട് അങ്ങ് എത്തിയില്ല.